എന്താണ് ഈ വിവാദങ്ങൾ എന്നതുകൂടി നമുക്ക് നോക്കാം. കത്തിപ്പടർന്ന ഒരു കത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് CPM-ൽ ഈ പുതിയ കത്ത് വിവാദമുണ്ടായത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ചോർന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഷർഷാദ് DGP-ക്ക് നൽകിയ പരാതിയിലും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് എത്തിച്ചു. അതിൽ മന്ത്രിമാർക്കടക്കം പങ്കുണ്ട്. തോമസ് ഐസക്കിന്റെയും MP രാജേഷിന്റെയും ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 13 ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് ആരോപണം. കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസ് എന്ന കമ്പനിയിൽ നിന്നാണ് ഈ പണം നൽകിയത്. ഈ കമ്പനിയുടെ പങ്കാളിത്തത്തിൽ കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ശ്രീരാമകൃഷ്ണന്റെ ബിനാമി എന്നും ആരോപണം ഉണ്ട്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് 2023-ലാണ്. 2023 മുതൽ ഈ സമയം വരെ ഈ ചില സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ ചില ആളുകൾക്കൊക്കെ വളരെ വ്യക്തിപരമായി അറിയാവുന്ന ചില വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഇത്ര വലിയ വിവാദം ഉണ്ടായിരുന്നില്ല. ഈ സെക്യൂരിറ്റി സർവീസ് എന്ന ഈ കിങ്ഡം എന്ന സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിൽ 4 പേർക്കും CPM-ലെ മുതിർന്ന 4 നേതാക്കൾക്ക് നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് പരാതി. DGP-ക്കും ആദായ നികുതി വകുപ്പിനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പക്ഷേ ഇത്ര നാൾ പൂഴ്ത്തിവെക്കപ്പെട്ടു എന്ന ആരോപണം കൂടി ഉണ്ട്. ഈ ഷർഷാദ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. P. ശശി ഇടപെട്ടുകൊണ്ടാണ് ഈ പരാതി അട്ടിമറിച്ചത് എന്നുള്ളതാണ് ഈ ഷർഷാദിന്റെ ആരോപണം. വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണ MP രാജേഷിന്റെയും ശ്രീരാമകൃഷ്ണന്റെയും തോമസ് ഐസക്കിന്റെയും ബിനാമി എന്നുള്ളതാണ് മുഹമ്മദ് ഷർഷാദ് ആരോപിക്കുന്നത്. താൻ നൽകിയ പരാതി P. ശശി ഇടപെട്ട് അട്ടിമറിച്ചുവെന്നും ഷർഷാദ് പറയുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റെഫിൻ, കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് എന്നിവർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം സ്റ്റെഫിനിലേക്ക് പോകാം. സ്റ്റെഫിൻ, ഒരു പുതിയ വിവാദം ഉണ്ടാവുകയാണ്. ആ വിവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മന്ത്രിമാർക്കടക്കം പങ്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടിലടക്കം ഇടപെടൽ നടത്തിയ CPM-മായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു വിവാദ വ്യവസായിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിൽ ഒരാൾ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി പൂഴ്ത്തിവെച്ചു, അത് അട്ടിമറിച്ചു. അതിന് P. ശശി അടക്കമുള്ളവർ ഇടപെട്ടു എന്ന ആരോപണം കൂടി ഉണ്ടാവുകയാണ്. ഇതിന്റെ ഒരു നാൾവഴി, ഇത് എത്രത്തോളം ഗൗരവമായ, എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു പരാതിയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ. മധു, CPM-നെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലൊരു വിവാദത്തിലേക്കാണ് ഈ കത്ത് വിവാദം എത്തി നിൽക്കുന്നത്. കാരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു സംഘടനാവിരുദ്ധമായ ഒരു പ്രവർത്തനം കാണിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം. കാരണം മുൻപ് പല സെക്രട്ടറിമാർക്കുമെതിരെ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം മറ്റൊരു തലമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ഉന്നതമായ CPM-ന്റെ കമ്മിറ്റിയിൽ നിന്ന് ഒരു പാർട്ടി രേഖ അല്ലെങ്കിൽ ഒരു പരാതി ചോരുന്നു. അത് ചോർത്തുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദന്റെ മകനാണ്. MP ഗോവിന്ദന്റെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ ശ്യാംജിത്തിന് ഈ പാർട്ടി ഘടകത്തിലൊന്നും ഒരു ഭാഗവാക്കാകാത്ത ആളാണ്. അപ്പോൾ ആ പരാതിയിൽ പറയുന്നത്, പരാതി ഊന്നുന്നത് MP ഗോവിന്ദനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് പാർട്ടി അതീവ ഗൗരവമായി എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് പോലും നേതാക്കൾ ഇങ്ങനെ പോകാത്തത്. സാധാരണഗതിയിൽ നേരത്തെ മാധു തന്നെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ MP ഗോവിന്ദന്റെയൊക്കെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ CPM-നെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഊരാക്കുടുക്കിലാണ് CPM എന്ന് പറയേണ്ടി വരും. കാരണം ഈ പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ രാജേഷ് കൃഷ്ണയെ തള്ളിപ്പറയേണ്ട ഒരു നിലയിലേക്ക് പാർട്ടി എത്തും. രാജേഷ് കൃഷ്ണ UK-ലെ CPM-ന്റെ പ്രതിനിധി കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്, രാജേഷ് കൃഷ്ണയ്ക്ക് ഇത് കോടതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കിട്ടിയ രേഖയാണ് എന്ന് രാജേഷ് കൃഷ്ണ വാദിക്കുമ്പോൾ എതിർഭാഗത്താകുന്നത് പാർട്ടിയാണ്. ഇങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ചോർന്നു എന്ന് വിശദീകരിക്കേണ്ടി വരും. ഇത് രണ്ടും കഴിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂടിയാലോചനകൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഒരു പ്രതികരണത്തിലേക്ക് പാർട്ടി നേതാക്കൾ പോവുകയുള്ളൂ. സ്റ്റെഫിനാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഫെലിക്സ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സേയും, പാർട്ടി വെട്ടിലാവുന്നത് നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് എങ്കിൽ അത് രാജേഷ് കൃഷ്ണയെ തള്ളി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. രാജേഷ് കൃഷ്ണൻ ഇത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞതാണ്, ഈ കത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. പക്ഷേ ചില ആരോപണങ്ങൾ തെറ്റാണ് എന്ന് രാജേഷ് കൃഷ്ണയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നുമുണ്ട്. ഇനി അങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ ഇത് എങ്ങനെ ചോർന്നു എന്നത് വിശദീകരിക്കേണ്ടി വരും. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ കുടുംബത്തിലടക്കം ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് ഉണ്ടാകും എന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടേ ഉണ്ടാകില്ല 2023 ഈ സംഭവം ഉണ്ടാകുമ്പോൾ.
CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ആ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഇതൊക്കെ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് CPM-നെ പോലൊരു പാർട്ടിയിൽ അതിൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു പരാതി എങ്ങനെ ചോർന്നു, അല്ലെങ്കിൽ അതിനുശേഷം CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നൽകിയ കത്തും ആ പരാതിയും ചോർന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വളരെ ഒരു ആശങ്ക പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതൊക്കെ തന്നെ MV ഗോവിന്ദനെതിരെ ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന വിലയിരുത്തലും ചില പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയൊക്കെ ആകാം ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പുറത്തേക്ക് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ കത്ത് PBക്ക് ലഭിച്ചിട്ടില്ല എന്ന് പാർട്ടി പറയാൻ സാധ്യതയില്ല. പക്ഷേ ഇതിനെങ്ങനെ പ്രതിരോധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ ഇതിൽ ഉയരുന്നുണ്ട്. ഇതിപ്പോൾ പോലീസ് DGPക്ക് തന്നെ നേരിട്ട് നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ രാജേഷ് കൃഷ്ണ തന്നോട് പറഞ്ഞു, അതായത് ഈ MB രാജേഷിൻ്റെയും P ശ്രീരാമകൃഷ്ണൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ബിനാമിയാണ് താൻ എന്ന് പറഞ്ഞു. മാത്രമല്ല MB രാജേഷിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 13 ലക്ഷം രൂപ ഈ രാജേഷ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ലണ്ടനിലുള്ള കമ്പനി നൽകി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഈ കത്തിൽ ഈ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് അടക്കമുള്ളവരുടെ ബിനാമിയാണ് താനെന്ന് രാജേഷ് കൃഷ്ണ ഈ പറയുന്ന ഷർഷാദിനോട് പറഞ്ഞു എന്നതാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരാതി നേരത്തെ പാർട്ടിക്കുള്ളിലാണെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് മാറി DGPക്കടക്കം ഒരു നിയമ സംവിധാനത്തിലേക്ക് ഈ പരാതി എത്തിയിരുന്നു. പക്ഷേ ആ നിയമ സംവിധാനത്തിലേക്ക് പരാതി എത്തിയപ്പോൾ പോലും P ശശി ഇടപെട്ട് ഈ പരാതി ഒതുക്കി തീർത്തു. ഇതിൽ അന്വേഷണം നടന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. നേരത്തെ ഇത് പാർട്ടിക്കുള്ളിൽ മാത്രമായിരുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇത് പോലീസിലെത്തിയിരുന്നു. DGPക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. അവിടെയും അത് അട്ടിമറിക്കപ്പെട്ടു എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ അത് ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതിയാണ്. എന്ന് ചോദിക്കുമ്പോൾ CPM സൈബർ ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് പാർട്ടി രേഖയൊന്നുമല്ല, പാർട്ടിക്ക് കിട്ടിയ ഒരു പരാതി എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇത്രയും കാലങ്ങൾക്ക് മുൻപ് കിട്ടിയതാണ്. അതിനുശേഷമാണ് പാർട്ടി സമ്മേളനത്തിൽ എത്തുന്നതും പിന്നീട് ചില വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തും. അതിനെതിരായ കേസാണല്ലോ ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗൗരവതരമായ ഒരു പരാതി കൈവശം ഇരിക്കുമ്പോൾ പോലും പാർട്ടി അനുകൂലമായ നിലപാട് ഇദ്ദേഹത്തോട് എടുത്തു എന്നുള്ളത് ഒരു ആരോപണം. മറ്റൊന്ന്, രാജേഷ് കൃഷ്ണ തന്നെ പറഞ്ഞിട്ടുണ്ട് PBക്ക് കിട്ടിയ പരാതിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഈ രണ്ടു കാര്യങ്ങളും ഒരേ സമയം വിശദീകരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷർഷാദ് സൂചിപ്പിക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോടിയേരിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. ആ സമയത്ത് കോടിയേരി ഈ വിഷയത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് ഇത് എത്താതെ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനുശേഷം MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന് മുമ്പ് തന്നെ കണ്ട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് AKG സെന്ററിലെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. AKG സെന്ററിലെത്തിയപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിന് ബിജു കണ്ടക്കെ ഇടപെട്ട് ആ ഒരു നീക്കം തന്നെ തടസ്സപ്പെടുത്തി എന്നുകൂടിയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് MV ഗോവിന്ദനും MV ഗോവിന്ദൻ്റെ മകനും ചേർന്ന് നടത്തിയതാണ്. അല്ലെങ്കിൽ ഈ ശ്യാംജിത്തിനെ സംരക്ഷിക്കാൻ MV ഗോവിന്ദൻ ശ്രമിക്കുന്നു. ശ്യാംജിത്ത് വഴി ആ സംരക്ഷണം കിട്ടുന്നത് രാജേഷ് കൃഷ്ണയ്ക്കാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പാർട്ടി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഇപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഇതിലൊരു വിശദമായ പ്രതികരണം ഏതായാലും നടത്തേണ്ടി വരും. കാരണം അത്ര ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഇതിപ്പോ പുതിയ കാര്യമല്ല. ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PBക്ക് നൽകിയ കത്തല്ല എന്ന് പാർട്ടി ഒരു നിലപാടെടുത്തു എന്നിരിക്കട്ടെ. പക്ഷെ ഇത് കോടതിയിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. കോടതിയിൽ പറയുന്നതും PBക്ക് നൽകിയ പരാതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോടതി സമക്ഷം വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു എന്നൊരു കാര്യത്തിൽ നടപടി രാജേഷ് കൃഷ്ണ നേരിടേണ്ടി വരും. അങ്ങനെ രാജേഷ് കൃഷ്ണയെ തള്ളിപ്പറയാനോ പ്രതിസന്ധിയിലാക്കാനോ കഴിയുന്ന സാഹചര്യം പാർട്ടിക്കുണ്ടോ? അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജേഷ് കൃഷ്ണ പറയുന്നത് ഇത് പോളിറ്റ് ബ്യൂറോയിൽ സമർപ്പിക്കപ്പെട്ട രേഖയാണ് എന്നുള്ളതാണ്. അത് സത്യവാങ്മൂലത്തിലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അതായത് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം കൃത്യമായി ഇത് പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ പരാതിയാണ് എന്ന് ഒപ്പിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ ഇതിന് എതിരായിട്ട് പാർട്ടി ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ രാജേഷ് കൃഷ്ണയും പാർട്ടിയും രണ്ട് തട്ടിലാകും. അങ്ങനെ ഒരു കോടതി നടപടി നേരിടേണ്ട സ്ഥിതിയിലേക്ക് പാർട്ടി നേതൃത്വം മാറും. അതിന് CPM തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം.
പക്ഷേ ഈ പരാതി പാർട്ടിക്ക് ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇത് എത്തരത്തിൽ ചോർന്നു എന്നുള്ളതിൽ വിശദീകരണം ഉണ്ടാകേണ്ടി വരും. ഒരുപക്ഷെ CPM-ൽ ഇന്നലെ ഷർഷാദ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ അതിനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഇത് പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഏതെങ്കിലും തരത്തിൽ വിലയിരുത്താൻ അന്വേഷിക്കാൻ വേണ്ടി അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. അങ്ങനെ അവിടെ നിന്നാണ് ഇത് ചോർന്നത്. ആ തരത്തിലേക്ക് ഇത് കൂടുതൽ പേരുടെ കയ്യിലേക്ക് ഈ പരാതി എത്തിയിരുന്നു എന്ന തരത്തിലേക്ക് ഒരു പക്ഷേ CPM-ന്റെ ഒരു നിലപാട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പരാതി അയക്കുന്നത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ പരാതിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഷർഷാദ് തന്നെ ഇന്നലെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയാണ്. അതിൽ തുടർന്നുള്ള അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ പോലും അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ കാര്യങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ത് നിലപാട് ഇനി CPM എടുക്കുമെന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷേ